السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, മനുഷ്യൻ ഇന്ന് നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ പ്രയാസപ്പെടലും വേദന അനുഭവിക്കലും വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ ഓർത്തു പേടിക്കലുമാണ്. ഏതൊരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം അതാണ്. ഒന്ന്, കഴിഞ്ഞു പോയതിൽ അവൻ വിഷമിക്കുക. രണ്ട്, വരാനിരിക്കുന്ന വിഷയങ്ങളെ ഓർത്ത് സങ്കടപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കൺട്രോളിൽ പെട്ടതല്ല. അത് അള്ളാഹുവിൻ്റെ കയ്യിൽ ഉള്ള ഒരു കാര്യം. കഴിഞ്ഞുപോയ വിഷയങ്ങളാണെങ്കിൽ അതൊരിക്കലും ഇനി തിരിച്ചെടുക്കാനോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ സാധ്യമല്ല. വരാനിരിക്കുന്ന വിഷയം അത് അള്ളാഹു താല എങ്ങനെയാണോ കണക്കാക്കിയിട്ടുള്ളത് അങ്ങനെ തന്നെ സംഭവിക്കും. അതും എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നലൗ മിൻ അമലി ശൈത്വാൻ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അതുപോലെ തന്നെ ഇനി ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഗുണം ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കുക എന്നത് അത് പൈശാചികമായ ഒരു കൃത്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും കഴിഞ്ഞുപോയ വിഷയത്തിൽ പിന്നെ പ്രയാസപ്പെടുകയോ വരാനിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ച് വേവലാതിപ്പെടുകയോ ചെയ്യരുത്. അങ്ങനെ വരുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്ഭവം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അങ്ങനെ അതെന്ത് വന്നാലും പ്രശ്നമില്ല, അള്ളാഹു കണക്കാക്കിയതുപോലെ സംഭവിക്കട്ടെ എന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടാകും. ഹബീബായ നബി തങ്ങൾ തന്നെ നമ്മളോട് ആ കാര്യം പഠിപ്പിച്ചതാണ്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അവനിക്ക് അള്ളാഹു മതി എന്നാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തിലും അത് നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുക. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. കാരണം അള്ളാഹു താല ഒരിക്കലും അവൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്ന ആളുകളെ അവൻ വെറുതെയാക്കുകയില്ല. നമുക്ക് അള്ളാഹുമായിട്ടുള്ള ആ തവക്കുലിൻ്റെ ഒരു ഭാഗമായി അള്ളാഹുവിൽ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് നല്ല ഒരു മനോഹരമായ കഥ ഇമാം ദഹബി തങ്ങൾ അവിടുത്തെ സിയറു അഅ്ലാമിൻ നുബല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഒന്ന് കേൾക്കാം. മഹാനവർകൾ പറയുകയാണ്, ഒരു വെറും പാവപ്പെട്ടതായിരിക്കുന്ന ഒരു ഫഖീറായ ഒരു മുത്തഖിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമാണെങ്കിൽ കടലിൽ പോയി കൊണ്ട് മത്സ്യം പിടിച്ച് അത് വിറ്റ് അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ വളരെ പാവപ്പെട്ട ഫഖീറായിരുന്നു, സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പരിശുദ്ധമായിരിക്കുന്ന ഹജ്ജ് കർമ്മം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് വർഷങ്ങളായി. അങ്ങനെ തൻ്റെ ഈ ചെറിയ ജീവിതമാർഗത്തിൽ തൻ്റെ ഈ ചെറിയ വരുമാനത്തിൽ നിന്നും കിട്ടുന്ന ആ തുക അല്പാൽപമായി എടുത്തു വെച്ച് സൂക്ഷിച്ച് അവസാനം ഒരു സമയം ഒരു വർഷം ഹജ്ജിന് വേണ്ടി പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് കൂടെയുള്ള സമ്പാദ്യം അദ്ദേഹത്തിന് ഒരിക്കലും മതിയാകില്ല. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത്. ഒരു ദിവസം അങ്ങനെ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ മറ്റൊരു ദിവസം ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കും, ഒരു വക്ത് തിന്നാൽ മറ്റൊരു വക്ത് പട്ടിണി കിടക്കും. ഇങ്ങനെ ദിവസങ്ങൾ അദ്ദേഹം മുന്നോട്ട് നീക്കി ഹജ്ജിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിമധ്യേ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ കൂടെയുള്ള സമ്പാദ്യം തനിക്ക് മതിയാകുമോ, അല്ലെ തനിക്ക് തൻ്റെ കൂടെയുള്ള ആ മുതൽ തൻ്റെ ചെലവിന് മതിയാകുമോ ഇല്ലേ എന്നൊരു ഉറപ്പില്ല. ആ നിലക്കാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് വൈമധ്യത്തിൽ നല്ല അതിമനോഹരമായ നല്ല വില വരുന്നതായിരിക്കുന്ന ഒരു കട്ടിയുള്ള സ്വർണ്ണമാല അദ്ദേഹത്തിന്
വഴിയിൽ വീണ് കിട്ടുകയാണ്. അദ്ദേഹം അവിടുന്ന് ചിന്തിച്ചു പോയി, ഞാൻ ഈ സ്വർണ്ണമാല എടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കള്ളൻ്റെ കയ്യിൽ ഇത് പെട്ടുപോയാൽ ഇതിൻ്റെ ഉടമക്ക് ഇത് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എടുക്കട്ടെ എന്ന് തീരുമാനിച്ച് അദ്ദേഹം അത് എടുക്കുകയും എന്നിട്ട് മക്കയിൽ പോയി അവിടുത്തെ അധികാരികൾക്ക്, ഭരണാധികാരികളെ കയ്യിൽ ഇത് ഏൽപ്പിക്കാം എന്ന് തീരുമാനിച്ചു. അദ്ദേഹം ആ സ്വർണ്ണമാല എടുത്തു. അങ്ങനെ അദ്ദേഹം പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ ചെന്നു. പരിശുദ്ധമായിരിക്കുന്ന കഅബാലയം ആദ്യമായി കാണുമ്പോൾ ഉള്ള ആ ദുആ അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് കഅബ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മത്വാഫിൽ നിന്നും ഒരു ശബ്ദം, ഒരു വിളിയാളം അദ്ദേഹം കേൾക്കാൻ സാധിച്ചത്. ഒരു വൃദ്ധനായ മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ തേങ്ങിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എൻ്റെ മകളുടെ ഒരു സ്വർണ്ണമാല, മകൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതായിരിക്കുന്ന ഒരു സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആർക്കെങ്കിലും കണ്ടു കിട്ടുകയാണെങ്കിൽ അത് എന്നെ തിരിച്ചേൽപ്പിക്കണം. ഒഴത്തീഹി ഹദായ കസീറ, അങ്ങനെ തിരിച്ചെനിക്ക് നൽകുകയാണെങ്കിൽ ആ തന്ന ആൾക്ക് ഞാൻ നല്ല ഒരു സമ്മാനവും കൊടുക്കാമെന്ന് അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം ഈ സ്വാലിഹായ യുവാവ് കേൾക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആ ഭാഗത്തിലേക്ക് നീങ്ങി. അങ്ങനെ അദ്ദേഹം എന്താക്കി, വൈമധ്യ അദ്ദേഹത്തിന് ലഭിച്ച ആ സ്വർണ്ണമാല അതൊന്ന് മതാഫിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി അദ്ദേഹം ശരിക്കും വീക്ഷിച്ചു നോക്കി. അതിൻ്റെ അടയാളങ്ങളെല്ലാം മനസ്സിലാക്കി. എന്നിട്ട് ആ വൃദ്ധനായ മനുഷ്യൻ്റെ അടുത്തേക്ക് പോയി കൊണ്ട് പറയുകയാണ്, അല്ലിംനി ബി അമാറാത്തിഹ, നിങ്ങളുടെ സ്വർണ്ണമാലയുടെ അടയാളങ്ങൾ നിങ്ങളൊന്ന് പറയുമോ? അങ്ങനെ ആ വൃദ്ധനായ മനുഷ്യൻ അതിൻ്റെ അടയാളങ്ങൾ മണിമണിയായി കൃത്യമായി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ യുവാവിന് വളരെ വ്യക്തമായി മനസ്സിലായി ഇത് ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണമാലയാണെന്ന്. അങ്ങനെ അദ്ദേഹം ആ സ്വർണ്ണമാല എടുത്തുകൊണ്ട് ആ വൃദ്ധനായ പാവപ്പെട്ട മനുഷ്യൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് ആ മനുഷ്യൻ ഒരുപാട് നല്ല ഒരു സമ്മാനം കൊടുക്കുകയുണ്ടായി. ആ സമ്മാനം കൊടുത്ത സമയത്ത് ആ യുവാവായ മനുഷ്യൻ പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ഈ സ്വർണ്ണമാല എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും എൻ്റെ റബ്ബാണ്. അത് നിങ്ങൾക്ക് തരാനുള്ള ഒരു മനസ്സെനിക്ക് നൽകിയതും എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കിട്ടുന്ന, അല്ലെങ്കിൽ ഇതിന് സമ്മാനമായി എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് പടച്ച റബ്ബ് തന്നെ എനിക്ക് തരണം. ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സമ്മാനം നിരസിച്ചു. അങ്ങനെ അദ്ദേഹം ആ മാല തിരിച്ചു കൊടുത്ത് അദ്ദേഹം ജനങ്ങളുടെ തിരക്കിൽ അദ്ദേഹം പിന്നെ മറഞ്ഞുപോയി. ഈ വൃദ്ധനായ മനുഷ്യനാണെങ്കിലോ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, അത്രേ പടച്ച റബ്ബേ, ഈ സ്വാലിഹായ, ഈ മുത്തഖിയായ മനുഷ്യൻ എൻ്റെ ഈ മകൾക്ക് ഭർത്താവായി കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ യുവാവിനെ പിന്നൊരിക്കലും അവർക്ക് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ യുവാവായ മനുഷ്യൻ ഹജ്ജ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പതിവ് പോലെയുള്ള ആ ജോലി, അതായത് കടലിൽ പോയി മത്സ്യം പിടിച്ച് ജീവിക്കുക എന്ന ആ ജോലിയിൽ അദ്ദേഹം വ്യാപൃതനായി. അങ്ങനെ ഒരിക്കൽ മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കടലിൽ ആഞ്ഞടിച്ച ഒരു കാറ്റിൽ അദ്ദേഹത്തിൻ്റെ തോണി അത് മറിഞ്ഞ് അദ്ദേഹം കടലിലേക്ക് വീഴുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ഏതോ ഒരു പലകയിൽ രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ബോധമില്ല. അദ്ദേഹം ബോധം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ബോധം തിരിച്ചു വന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഏതോ ഒരു അജ്ഞാതമായ ദ്വീപിലാണ്. അങ്ങനെ അദ്ദേഹം ബോധം തിരിച്ചു വന്നപ്പോൾ അവിടെ നിന്നും ആ ദ്വീപിലുള്ള നാട്ടുകാരുടെ അടുത്തേക്ക് പോയി. അവരെല്ലാവരും മുസ്ലിമീങ്ങളായിരുന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെ നാട്ടിലേക്ക് അയക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, പക്ഷേ നിങ്ങൾക്ക് ഖുർആൻ അറിയുമോ? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഖുർആൻ അറിയാം. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സമ്പത്ത്, നാട്ടിലേക്ക് പോകാനുള്ള സമ്പത്ത് ഞങ്ങൾ തരാം എന്ന് പറയുകയും അദ്ദേഹം അതിന് സമ്മതിച്ചു. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവർ വേണ്ടത്ര ഹദിയകൾ അദ്ദേഹത്തിന് കൊടുത്തെങ്കിലും പക്ഷേ അദ്ദേഹത്തെ ഒരിക്കലും വിട്ടയക്കാൻ അവർക്ക് മനസ്സ് തോന്നിയില്ല. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ അയച്ചു തരാം, പക്ഷേ നിങ്ങൾക്കൊരു സ്ഥിരമായ ജോലി വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കുകയും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള പിന്നെ കൂലി ഞങ്ങൾ തരാം. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ ഒരു പാവപ്പെട്ടതായിരിക്കുന്ന ഒരു യതീമായ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം. നിങ്ങളെപ്പോലെ നല്ല ഖുർആൻ ഓതാൻ അറിയുന്ന നല്ല ഒരു സ്വാലിഹത്തായ പെണ്ണാണ്, നിങ്ങൾക്ക് അവളെ ചേരുമെന്ന് അവർ പറഞ്ഞപ്പോൾ
അദ്ദേഹം സമ്മതിച്ചു. കാരണം അദ്ദേഹം വിവാഹപ്രായമായ ഒരു യുവാവായിരുന്നു. അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നല്ല നിലക്ക് ആ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആ പെൺകുട്ടിയെ, യതീമായ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുത്തു. കല്യാണം കഴിച്ചു കൊടുത്ത് വിരുന്നുകളൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ മണിയറയിലേക്ക് അവരെ 2 പേരെയും ആ നാട്ടുകാർ മണിയറയിലേക്ക് അയച്ചു. അങ്ങനെ മണിയറയിലേക്ക് അയച്ച് നോക്കുമ്പോൾ ആ പെൺകുട്ടി ആ പുതുനാട്ടിയെ കണ്ട് ഈ യുവാവാകുന്ന ഈ പുതുമാരൻ ഞെട്ടിത്തെറിച്ചു പോയി, അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കാണാൻ സാധിച്ചത് വലിയ സുന്ദരമായ മനോഹരമായ ഒരു സ്വർണ്ണമാലയാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ആ പെണ്ണിനോട് ചോദിച്ചു, അല്ലയോ പെണ്ണെ, മിൻ ഐന ഹാദിഹിൽ ഖിലാദ, ഈ സ്വർണ്ണമാല നിനക്ക് എവിടുന്ന് കിട്ടി? അവൾ പറഞ്ഞു, ഇതെൻ്റെ ബാപ്പ എനിക്ക് തന്നതാണ്, മറ്റാരാണ് എനിക്ക് തരാനുള്ളത്? എൻ്റെ ബാപ്പ തന്നതാണ്. പക്ഷേ അദ്ദേഹം വിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഫസ്സീഹി, അല്ല, തീർന്നിട്ടില്ല, ഈ മാലയ്ക്ക് എന്തോ ഒരു കഥയുണ്ട് ഇതിൻ്റെ പിന്നിൽ, അതൊന്നും എനിക്ക് നീ വിശദമായി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ മാലയെ എനിക്ക് നല്ല പോലെ പരിചയമുണ്ട്, ഇത് മത്വാഫിൽ ഞാൻ കണ്ട മാലയാണ്, അതുകൊണ്ട് വിശദമായൊന്ന് പറയണേ എന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷം ഞാനും എൻ്റെ ഉപ്പ ഹജ്ജിന് പോയി. പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ ഉപ്പ സമ്പാദിച്ചു വെച്ച ഒരേ ഒരു സ്വത്താണ് ഈ സ്വർണ്ണമാല എന്നുള്ളത്. അത് വീട്ടിൽ വിട്ടുപോകാൻ എൻ്റെ വാപ്പ പേടിച്ചു പോയി, ആരെങ്കിലും കള്ളന്മാർ വന്ന് മോഷ്ടിച്ചു പോയാലോ എന്ന് ഭയന്ന് ആ സ്വർണ്ണമാലയും തൻ്റെ സാമഗ്രികളിൽ തൻ്റെ ഭണ്ഡാരത്തിൽ വെച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെ വൈമധ്യേ ആ വസ്തുക്കളുള്ള ആ ഭണ്ഡാരം തുറന്നപ്പോൾ ഞങ്ങൾ അറിയാതെ ആ സ്വർണ്ണമാല നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ കഅബയിലെത്തി നോക്കുമ്പോൾ മാല കാണാറില്ല. ആ സമയത്ത് എൻ്റെ വാപ്പ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, എൻ്റെ സ്വർണ്ണമാല നഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരെങ്കിലും കണ്ടു കിട്ടിയാൽ അതെന്നെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരനായ സ്വാലിഹായ മനുഷ്യൻ അത് വന്നും കൊണ്ട് ആ സ്വർണ്ണമാല, ഈ കാണുന്ന സ്വർണ്ണമാല എനിക്ക് തിരിച്ചു തന്നതാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഹദിയ കൊടുത്തപ്പോൾ അദ്ദേഹം തിരിച്ചു ഹദിയ വാങ്ങിയതുമില്ല. അങ്ങനെയുള്ള സ്വാലിഹായ മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. അതിനുശേഷം ഞങ്ങൾ ഒരിക്കലും കണ്ടതുമില്ല. എൻ്റെ വാപ്പയാണെങ്കിലോ വല്ലാതെ കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, ഈ സ്വാലിഹായ മനുഷ്യൻ എൻ്റെ മകൾക്ക് ഭർത്താവായി ലഭിച്ചിരുന്നുവെങ്കിലോ എന്ന് എൻ്റെ വാപ്പ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ ഞാനാണ്. റബ്ബ് തആല നിന്നെ എനിക്ക് ഭാര്യയായി നിശ്ചയിച്ചു തന്നതാണ്. ഈ മാലയും എനിക്കുള്ളതാണ്, എനിക്ക് അല്ലാഹു തആല തീരുമാനിച്ചതുകൊണ്ട് കിട്ടിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്നല്ലാഹ ബാലിഗു അംരി, നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ റബ്ബിനോട് ഏൽപ്പിക്കുക. എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ തളരാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു മനോധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിനെ നമ്മൾ അത് ഏൽപ്പിച്ചു കൊടുക്കുക. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുന്നവരെ ഒരിക്കലും അള്ളാഹു വെറുതെയാക്കുകയില്ല. അള്ളാഹു അവരെ കൈവയ്ക്കുകയില്ല, അള്ളാഹു അവരെ കൈവിടുകയില്ല. അള്ളാഹു അവർക്ക് മതിയെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതാണ് തവക്കുൽ. തവക്കുലോടുകൂടി നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ അത് വലിയ ഒരു സന്തോഷമായിരിക്കും നമുക്ക്.